ഹലോ ഗൈസ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം സോഷ്യൽ മീഡിയ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആസിഫ് അലി, രമേശ് നാരായണൻ, സംഗീത സംവിധാനമായിട്ടുള്ള രമേശ് നാരായണനും ആസിഫ് അലിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ആസിഫ് അലിയെ രമേശ് നാരായണൻ പബ്ലിക് സ്ഥലത്ത്, അതായത് ഒരു പൊതുവേദിയിൽ വെച്ച് അവാർഡ് കൊടുക്കുന്ന സമയത്ത് അപമാനിച്ചാണ് വിട്ടത്. ഇന്ന് കേരളം മൊത്തം എല്ലാവരും ആസിഫ് അലിക്ക് പിന്തുണയായിട്ട് മുന്നോട്ടും പുറകെ തന്നെ ഉണ്ട്. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ആദ്യം നിങ്ങൾ കണ്ടുവരും, നേരെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ശ്രീ സന്തോഷ് നാരായണൻ സാർ നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? ഒരിക്കലും അനുയോജിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു നടനാണ് ആസിഫ് അലി. ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടനാണ്. നല്ല വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നടനാണ്. അദ്ദേഹം മൊമെന്റ് കൈപ്പറ്റണ്ട. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ പ്രശ്നത്തെ ആസിഫ് അലി തരണം ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ചിരിച്ചുകൊണ്ടാണ്. ആ ഒരു വിവേകം പോലും രമേശ് നാരായണന് ആ സമയത്ത് ഉണ്ടായില്ല. അദ്ദേഹം ചെയ്തത് കണ്ടില്ലേ? വിവാദമായപ്പോൾ കഴിഞ്ഞപ്പോൾ വിശദീകരണമൊക്കെ ആയിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ വന്നത് എല്ലാവരും കണ്ട കാര്യമാണ്. ഇതിൽ പിന്നെ ഉരുണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഈ സംവിധായകനെ ഇപ്പോഴാണ് കാണുന്നത്, ഇങ്ങനെ ഒരു സംഗീത സംവിധായകനെ. പാട്ടുകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനെ ഒരാളെ പൊതുവേദിയിലൊക്കെ ആദ്യമായിട്ട് കാണുക. കാരണം നമുക്ക് സിനിമാ ഫീൽഡിന്റെ അത്ര ഈ ഒരു സംഗീതവും അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള ആളുകളെ നമുക്ക് അറിയാൻ കഴിയൂല. അപ്പം ഒരിക്കലും അനുയോജിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ആള് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആളാണ് സിനിമയിൽ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നീച്ചപ്പോൾ ആസിഫ് അലി എന്ന ആള് നടനായതല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത് സിനിമയിലേക്ക് എത്തിയ ആളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ വെച്ച് പൊതുവേദിയിലൊക്കെ വെച്ച് അപമാനിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഭയങ്കര ആരാധകനോ ഒന്നുമല്ല, പക്ഷെ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലേ അതാണിപ്പം ശരിക്കും ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നടന്മാരൊന്നും പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ നമുക്ക് കഴിയൂല. കാരണം നമ്മൾ ഭയങ്കര ഫാൻ ബോയ് ഒന്നല്ല, എങ്കിലും കൂടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന ആളെന്ന നിലക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് രമേശ് നാരായണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും കണ്ട കാര്യമാണ്. വീഡിയോ അടക്കി, നിങ്ങളിപ്പോൾ കണ്ടില്ലേ, വീഡിയോ അടക്കി വന്നു. എന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആസിഫ് അലിക്കൊപ്പാണ്.